ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഏപ്രിൽ 13th എനർജീസ് എന്താണ്? യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. A personal issue reaches resolution. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം, ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ, കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ പ്രോമിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിറവേറ്റാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഫുൾ മൂൺ ഇൻ ലിയോ ആണ്. എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ്, പ്രൈഡിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് ആ ഒരു എനർജിയായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പേടിയായിരിക്കും, ഫിയറിൻ്റെ എനർജി ആയിരിക്കും. ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. സ്നേഹം, കമ്പാഷൻ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1 ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് ഈ ഒരു ദിവസം ഒത്തിരി റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കാം, ഇന്നത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം. കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ലാക്ക് മെൻറ്റാലിറ്റി, എന്തെങ്കിലുമൊക്കെ ടെൻഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നീതി, ജസ്റ്റിസിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 1 സൺഡേ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ റിലീസ് കാണുന്നുണ്ട്. എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ് അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ് നടത്തുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് കൈമാറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഈസ്, കുറച്ചും കൂടെ ഒരു പ്ലസൻറ്റ് എനർജിയായിട്ട്, പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ പ്രോപ്പർട്ടി, മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ കുറച്ച് പേർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ടും ഒരു ഫ്രീഡം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസാണ്, ഹെഡ് ഏക്ക്, അങ്ങനത്തെ എനർജീസ് ബാലൻസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഡെവിൾ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കിനോടായിരിക്കാം. കുറച്ച് പേർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കാം. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയിൽ ഒത്തിരി പോസിറ്റിവിറ്റി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ത്രൂ ആയിരിക്കാം, എന്തെങ്കിലും ഇൻഫർമേഷൻ ത്രൂ ആയിരിക്കാം, എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജിയാണ്, യാത്രയുടെ എനർജിയാണ്. ആ യാത്ര നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ബാക്കിൽ എഗെയിൻ പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, കുറച്ച് പേർക്ക് അഡ്വൈസ്, ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം.
ഓക്കെ, ഇവിടെ എനർജീസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. ഓവറോൾ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ദിവസമാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ സർപ്രൈസിൻ്റെ എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ മെസ്സേജ് നോക്കാം. താങ്ക് യു. ഡു വാട്ട് മേക്സ് യുവർ സോൾ ഹാപ്പി. നിങ്ങളുടെ സോള് ഹാപ്പി ആയിട്ട് നിർത്താനായിട്ട് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എഗെയിൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. അപ്പോൾ കർമ്മ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഏപ്രിൽ 13 എനർജി എന്താണ്? താങ്ക് യു. You and your loved ones are safe. ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ്. കുറച്ച് പേര് നിങ്ങളുടെ ഫാമിലി, കുടുംബം, കുട്ടികൾ അവരെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സേഫ്റ്റിയെക്കുറിച്ച് ഓർത്തിട്ട് കൺസേൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ് അവർ സേഫാണ്, സെക്യൂറാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, നിങ്ങളായിട്ട് ഫസ്റ്റ് മൂവ് എടുക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് പ്രിക്കോഷൻ എടുക്കാനായിട്ട്, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കുമ്പോഴായിരിക്കാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ കാരുണ്യം, കമ്പാഷൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. പായൽ നമ്പർ 2 എനർജീസ് എന്താണ്? താങ്ക് യു. ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അഗെയിൻ ഇവിടെ ഫാമിലി, ഹോം, റിലേഷൻഷിപ്പ് ഫോക്കസിൽ വരുന്നുണ്ട്. പാർട്ട്ണറിൻ്റെ എനർജി ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അധിക ചിലവ്, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, വേറെ എന്ത് എനർജീസ് ആണുള്ളത്? പായൽ നമ്പർ 2 താങ്ക് യു. അഗെയിൻ 2 ഓഫ് കപ്സ് ആണ്. റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ന്യൂ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് യോജിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. പേജ് ഓഫ് വാൻഡ്സിലും ഒത്തിരി ഫ്രീഡം, ഒത്തിരി എനർജി കാണുന്നുണ്ട്. ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള പ്രൊജക്ട്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. 9 ഓഫ് കപ്സിൽ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. കുറച്ച് പേർക്ക് അഗെയിൻ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു വിഷ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. എഗെയിൻ പെൻറ്റക്കിൾസ് ആണ് വരുന്നത്. കുറച്ച് പേർക്ക് എനർജി, പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച് കാണുന്നുണ്ട്. കൊടുക്കൽ വാങ്ങൽ, ആദ്യം പറഞ്ഞ പോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ചിട്ട്, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ എഫേർട്ടിന്
നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൽ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജിയാണ്. എഗെയിൻ കുറച്ച് പേർക്ക് ഇത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. 4 ഓഫ് സോഡ്സിൽ കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഗെയിൻ നിങ്ങളുടെ ലൈഫിൽ സേഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വോൺസ്. എഗെയിൻ ഒത്തിരി എൻജോയ്മെൻറ്റ്, ഒത്തിരി എന്താ പറയുക, സെലിബ്രേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.